ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്യണവർക്ക് അറിയാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു BMW X4 പറഞ്ഞ ഒരു ഗ്രീൻ കളർ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരുന്നു. ആംഗിൾ സി മെറ്റാലിക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറ്. അപ്പോൾ ഇതും നമ്മൾ അതേപോലെ തന്നെ ഒരു കസ്റ്റം കളറാണ്. നമ്മൾ മിക്സ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിരിക്കും. കസ്റ്റം കളറാണ്. അപ്പോൾ നമ്മളിത് ഇത് അടുത്തൊരു ഇന്നോവയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഏതാണിട്ട് കളറ്. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മൾ അടിച്ച് വരുമ്പോൾ ഉണ്ടാവുക. ഇത് ഫുള്ള് ഇതിപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ പിയാനോ ബ്ലാക്ക് അടിക്കണത്. അപ്പോൾ ആ പിയാനോ ബ്ലാക്കും പ്ലസ് ഈ ഒരു കളർ, ഇത് സ്നാപ്പർ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂ കളറാണ്. BMW 2 സീരീസിന് പറഞ്ഞൊരു കളറാണ് നമ്മളിനി പെയിൻറ്റിങ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള വീഡിയോസ് അടുത്തേലും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറ് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തതാണ്. ഇതിന് സാമ്യമായിട്ട് 2 കളറ് നമ്മൾ മിക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേളൊക്കെ വരണം. കളർ കാണുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്ന സിറാലിക്ക് പേള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇതിൽ സാധാ സിൽവറാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം പേളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. BMW 2 സീരീസിന് വരുന്ന സ്നാപ്പർ റോക്സ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് നമ്മൾ അടുത്തൊരു വണ്ടിക്ക് പെയിൻറ്റിങ് ചെയ്യണത് കേട്ടോ. ബൂത്തിലേക്ക് ഒരു വണ്ടി കയറിയിട്ടുണ്ട്. സ്പോർട്ടീൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻസൊക്കെ വന്ന ടയോട്ട ഗ്ലാൻസൊക്കെ വരുന്ന കളറാണ് നമ്മളിതിൽ പെയിൻറ്റിങ് ചെയ്യാൻ പോണത്. നമുക്ക് ഏകദേശം 2200 പെയിൻറ്റ് ആവശ്യമുണ്ട്. സ്പോർട്ടീൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻ്റാണത്. ക്യാപ്സിയുടെ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാപ്സിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെയിൻറ്റ് സെക്ഷൻ. ഇത് നമ്മുടെ പെയിൻറ്റും ക്ലിയറും അരിക്കാനുള്ള അരിപ്പയാണിത്. പെയിൻറ്റിങ് ക്ലിയർ സാധനങ്ങളൊക്കെ ഡസ്റ്റ് ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ അരിച്ചിട്ട് വേണം നമുക്ക് ഗണ്ണിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് രണ്ടും ടൈ ക്ലോത്താണ്. 2 ടൈ ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ബോഡി സർഫേസിൽ വരുന്ന ഈ ഡസ്റ്റ്, ഇപ്പോൾ പെയിൻറ്റ് പാറ പിടിക്കുക, വീണ്ടും നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് വരുന്ന ഡസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഇത് ഇതേപോലെ ഒരു ക്ലോത്താണ്. ചെറിയ മെഴുക്കുമാരിയൊക്കെ തോന്നുന്നത്. ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ബോഡി സർഫസ് തുടച്ചിട്ടുണ്ടെങ്കിൽ അതുമുണ്ടാകുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഡസ്റ്റുകൾ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ അരിക്കാനുള്ള അരിപ്പ് തന്നെയാണ്. അഥവാ അത് കഴിഞ്ഞില്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേണ്ടതാണ്. ഇത് മാസ്കിൻ ടേപ്പ്. വണ്ടി ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് മാസ്കിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള മാസ്കിൻ ടേപ്പ്. ഇത് അതിന് ആവശ്യമായിട്ടുള്ള ക്ലിയർ. നമ്മളിവിടെ യൂസ് ചെയ്യണ ക്ലിയർ എന്ന് പറയുന്നത് ക്യാപ്സിയുടെ തന്നെ 3100 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3100 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്സിയുടെ ക്ലിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 2 ലിറ്ററോളം ക്ലിയർ നമ്മൾക്ക് വേണ്ടി വരും ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ. ഇത് ഇതിൻ്റെ ഹാർഡനറാണ്. ക്ലിയർ കട്ടാകാനുള്ള ഹാർഡനർ. പിന്നെ ഒരു ലോക്കൽ ടിന്നർ വരും എണ്ണം കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലസ് ഇത് നമ്മൾ പെയിൻറ്റിലും അതേപോലെ ക്ലിയറിലും മിക്സ് ചെയ്യാനുള്ള PU ടിന്നറാണ്. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സെറ്റിങ് ആൻഡ് സെറ്റിങ്ങാണ് മെയിനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. തീരാത്തൊരു വർക്ക് തന്നെ പറയാം. കാരണം ആ രീതിയിലാണ് വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ. ഫുള്ളും പുട്ടിയിലൊക്കെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വാർട്ടർ പാനലൊക്കെ പുട്ടിയിൽ ഇതുവരെ ഇത്ര ഏരിയ ഫുള്ളും പുട്ടിയായിരുന്നു. മൊത്തം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ ബോഡി പുറത്തേക്ക് മാക്സിമം വലിച്ചെടുത്തു. ഇത് വണ്ടി തട്ടിയ വണ്ടിയായിരുന്നു. തട്ടിയ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടോട്ടൽ ലോസ് ആയിട്ടുള്ളൊരു വണ്ടി പണിതെങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കംപ്ലൈൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അവിടെ ജോയിൻ്റൊക്കെ കണ്ടോ. പിന്നെ ഈ ഉള്ളിലൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ റെസ്റ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലോക്കൽ വേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗാരേജിൽ ബൂത്തിൽ കയറാൻ നിന്ന വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടി സ്പോർട്ടീൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ടയോട്ട ഗ്ലാൻസയ്ക്കൊക്കെ വരുന്ന കളറാണ് നമ്മളിതിൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. വണ്ടി ഇതേ ഇവിടെ
ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നടക്കുന്നത്. അതിക്ക് മുമ്പ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ആദ്യം കയറ്റും. അതിനുശേഷം കട്ടിങ് പോളിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ടാണ് ഫിറ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ആ എഡ്ജുകളെല്ലാം ഫുള്ളായിട്ട് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഗ്ലാസ്സുകൾ ബീഡിങ്ങുകൾ കാര്യങ്ങളെല്ലാം കയറ്റാനുള്ള സെറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊരു സിൽവർ കളർ വണ്ടിയായിരുന്നു കേട്ടോ. വണ്ടി ഫുള്ളായിട്ട് സ്പോർട്ടിങ് റെഡ് ഗ്ലാൻസയ്ക്കൊക്കെ വരുന്ന ഒരു കളറാണ്. നമ്മളിത് നമ്മുടെ ഈ മുരിയാട് ഗാരേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഒരു വണ്ടി നമ്മൾ ഈ കളർ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാരേജിൽ ഒരുപാട് വണ്ടികൾ പ്രൈമർ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും അപ്പോൾ ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട മാതിരി തന്നെ അടുത്തത് സെറ്റ് ചെയ്ത് ഇതേ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. സീറ്റ് വർക്കൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഇതേ ഫ്രണ്ടിൽ റെഡിയായി നിൽക്കുന്നുണ്ട് അടുത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഇത് അടിക്കണതിൽ എക്സസ് പേൾ വൈറ്റ് എന്നുള്ള കളറാണ് നമ്മളിതിൽ പെയിൻറ്റിങ് ചെയ്യാൻ പോണത്. നിലവിൽ ബൂത്തിൽ നമ്മുടെ സ്പോർട്ടിങ് റെഡിൻ്റെ ബമ്പറുകളും അതേപോലെ ബോണറ്റും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് നടക്കുകയാണ് കേട്ടോ അകത്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കാണാം. നമുക്ക് സ്പോർട്ടിങ് റെഡ് എന്നുള്ള കളറാണ്. വണ്ടി ഫ്ലോർ ഫുള്ള് നമ്മൾ അഴിച്ചു. ഫ്ലോർ ഫുള്ളൊന്ന് എപ്പോച്ചേക്ക് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ബ്ലൂ കളർ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടിയും ലോഡിംഗ് ആണ്. അപ്പോൾ ആ വണ്ടിയുടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ബൈ.